morning devotion. I'm forever yours. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്കറിയാം, മോശയുടെ ജീവിതത്തിനകത്ത് വാഗ്ദത്ത ദേശത്തേക്കുള്ള ജനത്തെ വിടുവിച്ച് നയിച്ചുകൊണ്ട് വന്നവനെങ്കിലും വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കാൻ പറ്റിയില്ല. വലിയ ജീവിത സമ്മർദ്ദങ്ങളിൽ കൂടെ കടന്നുപോയ വ്യക്തിയാണ് മോശ. വളരെ ആഡംബരത്തോടെ ജീവിച്ച മോശയെ ദൈവം തന്റെ പദ്ധതിക്ക് വേണ്ടി വിളിച്ച് നിയോഗിച്ചപ്പോ ദൈവത്തിന്റെ വഴിയെ മോശയെ കൊണ്ടുവന്ന് മോശയെ ഉപയോഗിക്കാൻ. പക്ഷെ വാഗ്ദത്ത ഭൂമിയിൽ എത്താനായിട്ട് മോശയ്ക്ക് പറ്റിയില്ല. വാഗ്ദത്ത ദേശം വിഭാഗിച്ചു കൊടുക്കാനായിട്ട് മോശയ്ക്ക് പറ്റിയില്ല. മോശ കണ്ടതേ ഉള്ളൂ. പക്ഷെ യോശുവയാണ് ജനത്തെ അവിടെ കൊണ്ടുവന്നതും ദേശം വിഭാഗിച്ചു കൊടുത്തത്. ഇവർ രണ്ടുപേരെ തമ്മിൽ നമ്മൾ കാണുന്നത്, മോശയുടെ കാലത്ത് ആ ജനത്തിന്റെ ഇടയ്ക്ക് എപ്പോഴും കലഹമായിരുന്നു. പക്ഷെ യോശുവയുടെ കാലത്ത് അവരുടെ കലഹം മാറിയ സമയം നമുക്കവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം, മോശയുടെ കാലത്ത് ദൈവം ജനത്തോട് യുദ്ധം ചെയ്യുന്നതായിട്ട് നമ്മൾ പലയിടത്തും കാണുന്നത്. ദൈവജനത്തോട് ദൈവം യുദ്ധം ചെയ്യും. പക്ഷെ യോശുവയുടെ കാലത്ത് ദൈവം ജനത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നത്. മോശയുടെ കാലത്ത് അവർ പോകുന്ന വഴിക്ക് പല രാജാക്കന്മാരും പല ദേശങ്ങളെയും പരാജയപ്പെടുത്തി. പക്ഷെ അവർക്കൊന്നും അത് അവകാശമാക്കി ലഭിച്ചില്ല. പക്ഷെ യോശുവയുടെ കാലത്ത് പരാജയപ്പെടുത്തിയതിനെ മുഴുവൻ ഇവർക്ക് അവകാശമാക്കി ലഭിച്ചു. അവിടെ നമുക്ക് രണ്ടുപേരുടെ ജീവിതത്തിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം, മോശയെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ സ്തെഫാനോസ് പറഞ്ഞൊരു കാര്യം ഇതാണ്: അവൻ മിസ്രയീമിന്റെ സകല ജ്ഞാനവും അഭ്യസിച്ചവനായി അവൻ സമർത്ഥനായി തീർന്നു. സാമർത്ഥ്യമുള്ളവനായിരുന്നു മോശ. ചെറുപ്പം മുതൽ മിസ്രയീമിയൽ ജ്ഞാനം പഠിച്ചവൻ. പക്ഷെ യോശുവയെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പം മുതൽ ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ രാവും പകലും ധ്യാനിച്ചവൻ. വചനം ഇങ്ങനെ പറഞ്ഞു: നാം ചെല്ലുന്നിടത്തൊക്കെ ജയിക്കേണ്ടതിന്, ചെല്ലുന്നിടത്തൊക്കെ അനുഗ്രഹമായി തീരേണ്ടതിന്, നീ ചെയ്യുന്നതൊക്കെയും സാധിക്കേണ്ടതിന്, നീ ചെല്ലുന്നിടത്തൊക്കെയും കൃതാർത്ഥനായിരിക്കേണ്ടതിന്, നീ വചനം വിട്ട് മാറാതിരിക്കേണ്ടതിന്, നീ വചനം അനുസരിച്ച് നടക്കേണ്ടതിനൊക്കെ നീ ഒരു കാര്യം ചെയ്യുക: വചനത്തെ രാവും പകലും ധ്യാനിക്കുക. വചനം ഇങ്ങനെ പറഞ്ഞു: യഹോവയുടെ ന്യായപ്രമാണത്തിൽ രാവും പകലും ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവവചനത്തെ ധ്യാനിക്കുന്നവരായി ജീവിതത്തിനകത്ത് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ അസാധാരണ ജയാളികളെ, ഇന്ന് വരെ നിങ്ങളുടെ മുമ്പിൽ പരാജയപ്പെട്ടവരുടെ കഥ മാത്രമാണ് നിങ്ങൾ കേട്ടതെങ്കിൽ, നിങ്ങളും ഇന്ന് വരെ ഒരു പരാജയ കഥയായിരുന്നെങ്കിൽ ജയാളികളായി മാറാൻ സാധിക്കും. ദൈവവചനത്തെ രാവും പകലും ധ്യാനിക്കുക. ഹല്ലേലൂയ. ജയാളികളായി ജീവിക്കുക. ഗാഡ് ബ്ലസ് യു. ആമേൻ.